ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കൻ ബോൺലെസ് എടുത്തേക്കുന്നത്. അതിൽ സോയാ സോസും ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൺഫ്ലവറിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം ഡീപ്പ് ഫ്രൈ വേണ്ട, ആവശ്യത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത്രയും ഫ്രൈ ചെയ്താൽ മതിയാവും. ചിക്കൻ റെഡി ആകുമ്പോഴത്തേന് നമുക്കിവിടെ റൈസ് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ബാസ്മതിയുടെ ദാവത്താണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ റൈസ് വേവാനുള്ള വെള്ളത്തിൽ നമ്മൾ ബേ ലീഫും ഗ്രാമ്പൂവും ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ അരി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വഴട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവറും ഒരു 10 ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, 10 അല്ലി എന്ന് പറയുമ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ്. അതിന് ശേഷം ആദ്യം ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ. വെജിറ്റബിൾസ് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ആ വൈറ്റ് ഒരു പോർഷനുണ്ട്, അതിട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഇത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കളറ് ചേഞ്ച് ആകാൻ പാടില്ല. അപ്പോൾ ക്യാരറ്റും ബീൻസും ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് ക്യാബേജും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഒന്നും കളറ് ചേഞ്ച് ആകാൻ പാടില്ല. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കണം. സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിനകത്ത് സോസ് ഒഴിക്കണമല്ലോ, സോയാ സോസ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ 3 സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 3 സോസും നന്നായി മിക്സ് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ഈ വെജിറ്റബിൾസിലും ചിക്കനിലും കൂടെ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ സോസ് എടുത്തേക്കുന്നത് 3 സോസും 1.5 ടീസ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. റൈസാണെങ്കിൽ നമ്മളൊരു 90% വേവിക്കാൻ പാടുള്ളൂ. പിന്നെ എനിക്കിവിടെ കുറച്ചുകൂടെ വേവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വേവിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പം ആ റൈസ് ഇങ്ങനെ നീളത്തിൽ കിടക്കണം. പക്ഷേ നമുക്കിവിടെ കുറച്ച് വേവ് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ വേവിച്ചിട്ടുണ്ട്. റൈസ് കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിയരുത്, അതിനാണ് ഈ 90% വേവിക്കാവൂ എന്ന് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടെ, ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ആ ചൂടോടെ കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റായിരുന്നറിയോ, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.